ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി കേരളം കാത്തിരുന്ന വികസനവാതിൽ തുറന്ന ദിവസമാണിന്ന്. കരമാർഗമുള്ള കയറ്റുമതിയും ഇറക്കുമതിയും തുടങ്ങിയ ദിവസം. റോഡ് മാർഗമെത്തിയ ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ സ്വപ്ന പദ്ധതി മിഷൻ സമുദ്രയ്ക്ക് ഇന്ന് തുടക്കമായി. പക്ഷേ പരിപാടിക്ക് കേന്ദ്ര തുറമുഖ മന്ത്രിയില്ല, തിരുവനന്തപുരം മേയറില്ല, പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നു. വരാൻ തടസ്സമുണ്ടെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി പിന്നീട് പറയുന്നു. അടിയന്തര പരിപാടി ഉള്ളതുകൊണ്ടാണ് പോകാഞ്ഞതെന്ന് ഗവർണർ പറയുന്നു. പക്ഷേ മേയർ പറയുന്നു. പക്ഷേ BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് വന്ദേമാതരം മുഴുവൻ പാടാത്ത ഏക കോൺഗ്രസ് സംസ്ഥാനമെന്ന നിലയ്ക്ക് BJP നേതൃത്വത്തിലുള്ള അതൃപ്തിയാണ് പ്രകടമായതെന്നാണ്. വിഴിഞ്ഞം അഭിമാന പദ്ധതി എന്ന് പറയുന്നവർ ഇന്ന് വിട്ടുനിന്നത് എന്തിനായിരിക്കും? മിഷനിൽ മാറി നിന്നു എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും ശ്രീ രാജു പി നായർ, CPM നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഡോക്ടർ K ജയപ്രസാദ് ഭരത് നിരീക്ഷൻ. അദ്ദേഹം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിട്ടയർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായിരുന്നു. ശ്രീ KG ജ്യോതിർഘോഷ് രാഷ്ട്രീയ നിരീക്ഷൻ. 4 പേരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാജു പി നായരിലേക്ക്. ശ്രീ രാജു പി നായർ, അഭിമാന പദ്ധതിയാണ്. ആ പദ്ധതിയെക്കുറിച്ച് ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ കേട്ടു. പക്ഷേ എന്തുകൊണ്ട് തുറമുഖ മന്ത്രി എത്തിയില്ല? എന്തുകൊണ്ട് തലസ്ഥാനത്തെ മേയർ എത്തിയില്ല? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വിട്ടുന്നത്? അല്ല, തുറമുഖ മന്ത്രി, കേന്ദ്ര തുറമുഖ മന്ത്രി വരാഞ്ഞത് അദ്ദേഹത്തിന് ഒരു അത്യാവശ്യമായ മറ്റൊരു കാര്യത്തിന് പോകേണ്ടതുകൊണ്ട് വരാൻ പറ്റില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഒരു സംഘടനാ ചുമതല എവിടെയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ തിരക്ക് കാരണം എത്താൻ സാധിച്ചില്ല. പിന്നെ ബാക്കി BJPയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, മേയർ ഉൾപ്പെടെയുള്ളവർ വരാതെ എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ വ്യക്തമല്ല. മേയർ പറഞ്ഞു ഓണാഘോഷം സംസ്ഥാനത്തിന്റെ ഇപ്പോൾ കേന്ദ്രം തന്നെ അഭിമാന പദ്ധതിയാണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ വരാതിരിക്കുന്നതിന് മേയർ പറഞ്ഞിരിക്കുന്ന കാരണം സ്വീകാര്യമാണോ, അത് വിശ്വസനീയമാണോ? ഓണാഘോഷം ഉള്ളത് കൊണ്ട് പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ആയിരിക്കാം ചിലപ്പോ. അതിപ്പോ ഓരോരുത്തരുടെയും പ്രിറോഗേറ്റീവ് ആണല്ലോ. നമുക്ക് വിഴിഞ്ഞം രാജ്യത്തേക്ക് വലിയൊരു കാഴ്ചവെപ്പ് തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ മിഷൻ സമുദ്ര വലിയൊരു പദ്ധതി തുടങ്ങുമ്പോൾ അതാണോ പ്രാധാന്യം, ഓണമാണോ പ്രാധാന്യം എന്നുള്ള അദ്ദേഹം തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രയോറിറ്റീസിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ഓണാഘോഷമാണ് പരമപ്രധാനം എന്ന് അദ്ദേഹത്തിന് കരുതിയിട്ടുണ്ടാവും. ഇതൊക്കെ നടന്നു പോകുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം വരാത്തായിരിക്കും. അദ്ദേഹം പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പ്രശ്നം ഇപ്പോ പ്രതിപക്ഷ നേതാവോ LDFോ എന്തുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോ സത്യത്തിൽ ആ ഒരു രാഷ്ട്രീയം പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് LDF പോയിട്ടുണ്ടാവും. കുതിക്കെറിവായിരിക്കാം, പരാജയപ്പെട്ടതിന്റെ ജാള്യതയായിരിക്കാം. അതൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വിചാരണ ചെയ്യപ്പെടും. 10 വർഷത്തെ ഒരു എന്താ പറയാ അനാസ്ഥയുണ്ടല്ലോ, അനാസ്ഥയും ഒക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. അതിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. എന്നാ പറയാൻ വേണ്ട എന്നുള്ള വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ? ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും പ്രതിപക്ഷത്തെ മാറ്റി നിർത്തി എന്നുള്ള വലിയ വിവാദമായിരുന്നാണ് പിണറായിയുടെ കാലത്ത്. അന്ന് പിന്നെ ഉമ്മൻചാണ്ടിയുടെ നേട്ടങ്ങൾ പോലും എടുത്തു പറയാതെ നടത്തിയ പ്രസംഗം, അതും അന്ന് ചർച്ചയായതാണ്. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ നിന്ന് വിട്ടുന്നത്? അത് പാർട്ടി തീരുമാനമാണോ? എന്താണ് അതിന് പിന്നിൽ? അല്ല, അതിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിട്ടുനിന്നത്? അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അതിൽ എനിക്ക് വ്യക്തതയില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലില്ല. ഞാനത് കളക്ട് ചെയ്തിട്ട് പറയാം. ഏതായാലും വിഴിഞ്ഞം ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിച്ചു. 1ാം ഘട്ടം. 2ാം ഘട്ടം 2045 പൂർത്തീകരിക്കാനിരുന്നതാണ്. അത് 2028 കൂടി 2ാം ഘട്ടം പൂർത്തീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന ചടങ്ങിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി തന്നെ 10 വർഷത്തെ പ്രവർത്തനത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് വികസനത്തെക്കുറിച്ചെല്ലാം ഒരു വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന സാഹചര്യമെല്ലാം കണ്ടു. അത് നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. ആരാണ് വിഴിഞ്ഞം പദ്ധതിക്ക് എതിരായിട്ട് നിന്നത്? ഒരിക്കൽ പോലും വിഴിഞ്ഞം പദ്ധതി, കപ്പൽ പോയിട്ട് ബോട്ട് പോലും അവിടെ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? 2ാം വിമോചന സമരം അവിടെ ആരംഭിക്കും, വിമോചന സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? പിണറായി വിജയനെ കണ്ണൂരിലേക്ക് ഞങ്ങൾ കെട്ടുകെട്ടിക്കും, വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും, അങ്ങനെ വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരാണ്? അതുപോലെ തന്നെ അവിടുത്തെ സമരത്തിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് ഇനി മുന്നിൽ നിന്ന് നയിക്കുക എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ പദ്ധതിക്ക് തുരങ്കം വച്ചവരല്ല LDF, ആ പദ്ധതിക്കൊപ്പം നിന്നവരാണ്. കല്ലിട്ട് പോയാൽ കപ്പൽ ഓടില്ല എന്ന് പറഞ്ഞ് 10 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് തന്നെ മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ട്
വിഴിഞ്ഞത്ത് കോടികളുടെ അഴിമതി എന്നല്ല, വിഴിഞ്ഞത്ത് ആ കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് ഒരു ഗുണവുമില്ല. ആദ്യത്തെ 30 കൊല്ലം നയാ പൈസ പോലും കേരളത്തിന് വരുമാനമില്ല. അത് 31-ാം വർഷമാണ് 1% ലാഭവിഹിതം കിട്ടുന്നത്. ആ കരാറ് കേരളത്തിന് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാത്ത കരാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംസ്ഥാനം ഒപ്പിട്ട കരാറാണ് എന്നതുകൊണ്ട് വലിയ നിയമബാധ്യത വരും എന്നതുകൊണ്ടും ആ കരാറുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ആദ്യ കല്ലിട്ടവർ പോയി. പക്ഷെ ഞങ്ങളത് ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മദർഷിപ്പ് വരുന്ന 4 തുറമുഖങ്ങളിൽ ഒന്നായി അത് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. അതിന്റെ 2ാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെ വേഗതയിൽ കരാറിൽ തന്നെ കൂടുതൽ ഇടപെടൽ നടത്തി അത് സ്വപ്നതുല്യ വേഗതയിൽ അത് മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ 49% ഷെയർ ആകെ മുടക്കിയതിന്റെ നിരവധി ഇരട്ടി വിലയ്ക്ക്, ശരിക്കും പറഞ്ഞാൽ 10 ഇരട്ടി വിലയ്ക്ക് അതിൽ അദാനി വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നുണ പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഞെട്ടൽ രേഖപ്പെടുത്തി, എതിർപ്പ് രേഖപ്പെടുത്തി, ഞങ്ങൾ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും മുമ്പ് പറഞ്ഞിരുന്ന ആരോപണം അത്രയായിരുന്നു. പിന്നീട് LDF സർക്കാർ വന്നപ്പോഴേക്കും അത് മാറി. പിന്നെ വിഴിഞ്ഞം എന്നുള്ളൊരു അഭിമാന പദ്ധതിയാവുകയും ആ നേട്ടം ഞങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള വാദമാണ് നമ്മൾ ശക്തമായി കഴിഞ്ഞ 10 വർഷം കേട്ടിട്ടുള്ളത്. അങ്ങീ പറഞ്ഞ വിമോചന സമരം എന്നുള്ള പ്രയോഗം എത്രത്തോളം ശരിയാണ്? കാരണം മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആശങ്ക അറിയിക്കുകയും ആ ആശങ്ക കേൾക്കുന്നതിന് പകരം അതിനോട് അതിരൂക്ഷമായി പ്രതികരിക്കുകയും പോലീസ് തെർവാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിനൊരു 2ാം വിമോചന സമരം എന്ന കളത്തിലേക്ക് പെടുത്തുന്നത് എത്രത്തോളം ശരിയാണെന്ന് അങ്ങ് ആലോചിക്കുക. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ കെ ജയപ്രസാദ്, ഇന്നിപ്പോൾ BJP കേന്ദ്ര തുറമുഖ മന്ത്രി വരാതിരിക്കുന്നത് അദ്ദേഹത്തിന് ചില തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മേയറുടെ പ്രതികരണം അങ്ങ് കണ്ടിരിക്കും, ഓണാഘോഷം ഉള്ളത് കൊണ്ടാണ് എന്ന്. പക്ഷേ സംസ്ഥാനത്തെ BJP പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് വന്ദേമാതരം മുഴുവനായി ചൊല്ലാത്ത, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മുഴുവനായി ചൊല്ലിയല്ലോ, അപ്പോൾ മുഴുവനായി ചൊല്ലാത്ത കേരളത്തിലേക്ക് അല്ലെങ്കിൽ വന്ദേമാതരം ചൊല്ലുക പോലും ചെയ്യാത്ത കേരളത്തിലേക്ക് ഇനി BJP കേന്ദ്ര നേതൃത്വം ഈ നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതാണ്. ഇത് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വരാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള റീസൺസ് കൊണ്ട് വരാതിരുന്നതാണ്. ഒരിക്കലും അതൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനമല്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷത്തെ ചരിത്രത്തിൽ തന്നെ വികസന വിഷയങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന സമീപനമില്ല. അപ്പോൾ അതിനെ ആ തരത്തിൽ കാണുന്നത് ശരിയല്ല. കാരണം കേരളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളിലും ബന്ധപ്പെട്ട മന്ത്രി വളരെ അത് ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ ആ തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി വരാതിരുന്നത് രാഷ്ട്രീയമായി കാണേണ്ടത് ആവശ്യമില്ല. വ്യക്തിപരമായ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള റീസൺസ് വെച്ച് കണ്ടാൽ മതി. കേരളത്തിലെ ഇടതുപക്ഷവും BJPയും പ്രതിപക്ഷ നിരയിലെ 2 വിഭാഗവും പങ്കെടുക്കാതിരുന്നത് അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും കൂടെ ഉത്തരവാദിത്തമുണ്ട്. അതെന്താണ്, അത് പൊളിറ്റിക്കൽ റീസൺസ് ആണോ മറ്റു റീസൺസ് ആണോ എന്ന് ഔദ്യോഗികമായി എനിക്ക് പറയാനുള്ള അവകാശമില്ല. പക്ഷേ ഞാനത് വികസന വിഷയങ്ങൾ അത് എത്രമാത്രം ശരിയാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റ് നമുക്ക് 2015 തുടക്കം കുറിച്ചതാണ്. ഞാൻ ഈ തിരുവനന്തപുരത്തുകാരൻ, ഞങ്ങളൊക്കെ ജനിച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കഴിഞ്ഞ 10 വർഷം, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ വീഴ്ച കേരളത്തിലെ സർക്കാരുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമായിരിക്കും നമുക്ക് ആദ്യം പറയാൻ കഴിയുക. ഇനി വരുന്ന നാളുകളിൽ എന്താണ് എന്നുള്ളത് നിലവിലുള്ള മുഖ്യമന്ത്രിയും ഭരണകൂടവും കോൺഗ്രസ് പാർട്ടിയുമായിരിക്കും പറയേണ്ടി വരിക. കാരണം ഞാനിതിനോട് തമിഴ്നാടുമായി താരതമ്യം ചെയ്ത് നമ്മളിത് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം തമിഴ്നാട് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ, അതായത് വിഴിഞ്ഞം പദ്ധതി നിലവിൽ വരുന്ന 2024 നിലവിൽ വരുന്നത് കണ്ടുകൊണ്ട് 2024 തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സ്റ്റാലിൻ്റെ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ് തമിഴ്നാട്ടിൽ, വിശേഷിച്ചും അവിടെ സദേൺ 3 ജില്ലകൾ കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, ഈ 3 ജില്ലകളെ ബേസ് ചെയ്തിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. കാരണം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ പ്രദേശമാണ്. 30 കിലോമീറ്റർ പോലും ഇല്ല, അത്രയും വളരെ ക്ലോസ് ആയിട്ടാണ് തമിഴ്നാട് നിൽക്കുന്നത്. അത് തിരുനെൽവേലി ജില്ലയിൽ അവർ നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 540 ഏക്കറാണ് കിൻഫ്ര ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പം അതിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പെട്ടെന്ന് കുളത്തൂർ, നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട, അങ്ങനെ ഈ ബെൽറ്റിലൊക്കെ തന്നെ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ
നാളിതുവരെ യാതൊരു ശ്രമവും നടന്നിട്ടില്ല, അതായത് അക്വിസിഷൻ നടന്നിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണഭോക്താവായി ഈ പ്രദേശം മാറണമെങ്കിൽ, കേരളം മാറണമെങ്കിൽ അതിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റോഡ് വികസനം ഉണ്ടാകട്ടെ. ഇപ്പം നാഷണൽ ഹൈവേയുടെ ഏതാണ്ട് ഒരു 6-8 മാസം കഴിയുമ്പോഴത്തേക്കും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിന് സമാന്തരമായിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ്, അത് വളരെ വിപുലമായ പദ്ധതികളാണ് ഔട്ടർ റിംഗ് റോഡിലുള്ളത്. അതിൽ തന്നെ എത്ര ടൗൺഷിപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിതുര, കോവളം, കാട്ടാക്കട, വെമ്പായം, മംഗലപുരം, കല്ലമ്പലം തുടങ്ങിയിട്ട് നെടുമങ്ങാട് വരെയുള്ള നിരവധി ടൗൺഷിപ്പുകളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്ന വികസനം ഈ നാടിന് ലഭ്യമാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇത് നിർഭാഗ്യവശാൽ തുറമുഖം 2024 ഡിസംബർ മുതൽ പ്രവർത്തനക്ഷമമായി. ഏതാണ്ട് 1100-ലധികം ഏറ്റവും വലിയ ഷിപ്പ് ഉൾപ്പെടെ നമ്മുടെ ഈ വിഴിഞ്ഞം സന്ദർശിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതായത് ഫലത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഗുണഭോക്താവാൻ കേരളത്തിലെ ജനതയ്ക്കോ കഴിയില്ല. പക്ഷേ തമിഴ്നാട് അതിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുപോകും. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ വിഴിഞ്ഞത്തിന് ഏതാണ്ട് 80-100 കിലോമീറ്റർ മാറിയിട്ടാണ് തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി ഇൻഡസ്ട്രിയൽ പാർക്ക്, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കോർപ്പറേഷൻ, സിപ്കോട്ട് എന്നുള്ള അവരുടെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ്. 2260 ഏക്കറാണ് ആ പാർക്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. അതോടെ തന്നെ ഗംഗൈക്കൊണ്ടനും മൂലൈക്കരപ്പെട്ടി എന്നുള്ള സ്ഥലത്തും, അവിടെ 2 സ്ഥലത്തും 1000 ഏക്കറിലധികം ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ വിവിധ കമ്പനികൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഗവൺമെൻറ് വളരെ ലിബറലായിട്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇപ്പം ലോജിസ്റ്റിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പം കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ തന്നെ അദ്ദേഹം വളരെ വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ട് ലോജിസ്റ്റിക്കൽ പാർക്ക്, സ്വതന്ത്ര വ്യാപാര മേഖല, വെയർ ഹൗസിംഗ് തുടങ്ങിയിട്ടുള്ള പ്രത്യേക വ്യാപാര മേഖല, അതുപോലെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ, പ്രാദേശിക സംരംഭങ്ങൾ, ടൂറിസം, ഇതൊന്നും തന്നെ ഫലത്തിൽ ഇതെല്ലാം പേപ്പറിലാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥ. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷ സർക്കാർ ആണ് തുടക്കം കുറിച്ചത്. അവരതിന് ആൻസർ പറയണം. ഞാൻ രാഷ്ട്രീയത്തെക്കാളുപരി നമ്മുടെ സ്റ്റേറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ വികസനത്തിന് തുരങ്കം വയ്ക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പോലും അതിൻ്റെ വികസന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ച ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ KG ജ്യോതിർഘോഷ്, അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ്? BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും പ്രതിനിധിയില്ല, സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും പ്രതിനിധിയില്ല. അപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ വന്ദേമാതരം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു എന്ന അനുമാനത്തിലേക്ക് പോകേണ്ടി വരും. മുഖ്യമന്ത്രി അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഈ മാംസം കഴിക്കുന്ന ഒരു താല്പര്യമുള്ള വ്യക്തി വിശന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കുഴിമന്തി കിട്ടിയാൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് ഈ വന്ദേമാതരം കൈകാര്യം. കാര്യം ഇതൊരു വളരെ മനോഹരമായ ഒരു അവസരമാണ്. അത് ഗംഭീരമായിട്ട് ഉപയോഗിക്കുക. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നു. അപ്പൊ അത് ഒരു മിനിറ്റ് ശ്രീ ജ്യോതിർഘോഷ്, അങ്ങയുടെ ശബ്ദം ഒട്ടും വ്യക്തമല്ല, ഭയങ്കരമായിട്ട് ഹൗൾ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജ്യോതിർഘോഷ്, അങ്ങേക്ക് മറുപടി നൽകാം. നേരത്തെ പറഞ്ഞത് വ്യക്തമായിരുന്നില്ല. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഇപ്പൊ കേൾക്കാമല്ലോ? കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വിശന്ന് പറഞ്ഞ മാംസാഹാരിയായ ഒരു വ്യക്തിയുടെ മുമ്പില് ഈ നല്ല കുഴിമന്തി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇപ്പോൾ BJPക്ക് ഈ കേരളത്തിൽ ഇപ്പൊ ഈ വന്ദേമാതരം. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പാടി. അത് പാടാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാർ ആയിരുന്നെങ്കിൽ അതിന്റെ ആദ്യത്തെ 2 ഖണ്ഡിക പാടുമായിരുന്നു നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ പാർട്ടി ഓഫീസുകളിലൊന്നും അല്ല, CPM-ന്റെ സ്വാതന്ത്ര്യദിന പരിപാടികളിലൊന്നും പാടിയിട്ടില്ല കേട്ടോ. അതെ, അല്ല ഗവൺമെന്റ് ആവുമ്പോഴത്തേക്ക് ഞാനത് ഒരു സാങ്കല്പികമായ ഒരു സംഗതി പറഞ്ഞെന്ന് മാത്രമേ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നിക്കണം, അതിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അവിടെ നമ്മൾ കണ്ടത് ശുദ്ധമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ പുതിയ ചെറുപ്പക്കാര് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയായിരുന്നു ജന്തർ മന്ദറിൽ നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മള്
മറ്റേ MA കോളേജിലും കോതമംഗലം MA കോളേജിലും കാണുന്നത് അത് തന്നെയാണ്. ജൻ അൽഫയിലും കാണുന്നത് അത് തന്നെയാണ്. ഈ രാഷ്ട്രീയമാണ്, അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പൊ നമ്മള് എങ്ങനെയാണ് BJP നേതൃത്വത്തിന് പറയാൻ കഴിയുക ഇത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടല്ല പൂർണ്ണമായിട്ടും വിട്ടുനിന്നത്? അതേപോലെ തന്നെ LDF പ്രതിപക്ഷ നേതാവിന് എങ്ങനെ പറയാൻ കഴിയും? അത് പിന്നെ പറയാൻ വേണമെങ്കിൽ കഴിഞ്ഞതിന്റെ കമ്മീഷനിങ് സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ഒരു വിഴിഞ്ഞം പോലൊരു പോർട്ട്, അതിന്റെ ഒരു വികസനം യഥാർത്ഥത്തിൽ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഇപ്പോഴും ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ അസുഖത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇവിടെ വിഴിഞ്ഞം കേന്ദ്രമാക്കിയിട്ട് നമ്മുടെ സിയാൽ ഫീഡർ ഷിപ്പുകൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സാധ്യതയായിരിക്കും. എത്ര ചെറുപ്പക്കാർക്ക്, ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ ഇപ്പൊ ഈ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ നോമിനലാണ്. അത് വസ്തുത പറഞ്ഞാൽ അത് വളരെ അപ്രസക്തമാവുന്ന ഒരു എമൗണ്ട് നമുക്ക് ഗവൺമെന്റിന് ഇതിനകത്ത് കിട്ടുന്നുള്ളൂ. പക്ഷെ മറിച്ച് ഇതിനെ തുടർന്നുണ്ടാവുന്ന വികസനങ്ങളിലാണ് ഇതിന്റെ സാധ്യത ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അദാനിക്ക് 10 ഇരട്ടി അധികം വിലയ്ക്ക് അദ്ദേഹത്തിന് ഷെയർ വിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് തന്നെ അവിടെ ആദ്യം കയറ്റി അയച്ച നിലമേൽ ഫുഡ്സിന്റെ ആൾ പറയുന്നത് കണ്ടത് 35,000 രൂപയാണ് ട്രാൻസ്പോർട്ടേഷനിൽ മാത്രം ലാഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 60-70 ദിവസം എടുക്കുന്നതിന് പകരം വെറും 28 ദിവസം കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുള്ള ഈ വിഴിഞ്ഞം പോർട്ടില് ഇത്തരം നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വളരെ തരം താണ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. ഇതിനകത്ത് കോൺഗ്രസോ CPM ഓ BJP ഒന്നും ഒരു വ്യത്യാസമില്ല. പക്ഷെ അതാണ് ഇപ്പൊ നമ്മളിവിടെ നടക്കുന്നത്. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വന്ദേ മാതരത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പ്രധാനമന്ത്രി തൊട്ട് താഴെ നമ്മുടെ കേരളത്തിലുള്ള BJPയുടെ ചെറിയ നേതാക്കളും അതേപോലെ കോൺഗ്രസിന്റെ വലിയ നേതാക്കളും ആർക്കെങ്കിലും ഈ വന്ദേ മാതരത്തിന്റെ അർത്ഥം അറിയാമോ എന്നുള്ള കാര്യം ശ്രീ ഡോക്ടർ ജയപ്രസാദിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ശരി, ശ്രീ ജ്യോതിഘോഷ്, ഇപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ മറ്റ് സംസ്ഥാന നേതൃത്വങ്ങൾക്കുണ്ടായിരുന്ന വ്യക്തതക്കുറവ് അത് മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഹൈക്കമാൻഡ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആദ്യത്തെ 2 ചരണം മാത്രം മതി എന്ന്. അത് 1937 എടുത്ത തീരുമാനമാണല്ലോ. ആ തീരുമാനം അതെന്തുകൊണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കി ഇപ്പോൾ ഈ 87 വർഷങ്ങൾക്കിപ്പുറം അത് വിശദീകരിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതാണ് കോൺഗ്രസ് പറയുന്ന കാര്യം. അതേസമയം തന്നെ ഈ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഖർഗെക്കുമൊക്കെ എതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകൾ കൊടുക്കുന്നുണ്ട്. BJPയുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളായി, അങ്ങനെയാണല്ലോ അതിനൊരു രീതി, പല സംസ്ഥാനങ്ങളായി കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി ആ വിഷയത്തിലുണ്ടാകുമ്പോൾ കേരളം അത് പാടിയിട്ടേയില്ല എന്ന് പറയുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുമോ? അല്ല, എനിക്കിതിനകത്ത് മനസ്സിലാകുന്നത് ആദ്യം നമ്മുടെ ഇതിനകത്തൊരു വ്യക്തത വേണം. ഈ BJPക്കാർക്ക് പോലും, അതായത് പ്രധാനമന്ത്രിക്ക് പോലും ഇതിന്റെ അർത്ഥം മനസ്സിലാകാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് മറ്റ് മതസ്ഥർ ഇത് മുഴുവൻ പാടണം എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഉദാഹരണത്തിന് 1937 ഗാന്ധിജിയും നെഹ്റുവും കൂടെ ചേർന്നിട്ടാണ് ഈ തീരുമാനം 2 ഖണ്ഡിക മാത്രം പാടിയാൽ മതിയെന്ന് തീരുമാനമെടുക്കും. പക്ഷെ നെഹ്റുവിന്റെ കാഴ്ചയും ഗാന്ധിജിയുടെ കാഴ്ചയും രണ്ടായിരുന്നു. പക്ഷെ അവിടെ ഗാന്ധിജിയുടെ കാഴ്ച എന്ന് പറയുന്നത്, ഗാന്ധിജി എപ്പോഴും ഈ പറഞ്ഞതുപോലെ അടിസ്ഥാനമായ ഒരു വീക്ഷണമുള്ള വ്യക്തിയാണ്. അതായത് ഭാരതീയമായ സംസ്കാരത്തെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ്. നെഹ്റുവിന് അതിൽ അവ്യക്തതയുണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജി എടുത്തത് ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും സമൂഹത്തിൽ സമാധാനം ഉണ്ടാവും. അതിന് തുരങ്കം വയ്ക്കുന്ന അല്ലെങ്കിൽ വിഘാതമാകുന്ന ഏത് തീരുമാനവും അത് ദേശവിരുദ്ധമായി മാറും എന്ന വ്യക്തമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി ആ തീരുമാനത്തിനോട് ചേർന്ന് നിന്നത്. അല്ലാതെ ഈ വന്ദേ മാതരത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ പാടുന്ന ഒരു കുഴപ്പമില്ല. കാര്യം അതിനകത്ത് ആകെ ഈ അഹം വന്ദേ മാതരം, ഞാൻ മാതാവിനെ വന്ദിക്കുന്നു എന്ന്, ഞാൻ എൻ്റെ അമ്മ എന്ന് കേൾക്കുമ്പോൾ അതൊരു യൂണിവേഴ്സൽ വേർഡാണ്. പക്ഷെ അമ്മ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വരുന്നത് നമ്മളുടെ അമ്മയുടെ മുഖമാണ്. അത്ര വളരെ ലളിതമാണ്. പക്ഷെ അതിന്റെ ഒരു വളരെ വികാസമായ സൗന്ദര്യാത്മകമായ വ്യാഖ്യാനമാണ് പിന്നിലേക്കുള്ള വരികൾ. അത് എത്ര തന്നെ സൗന്ദര്യാത്മകമാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇതിനെ ആദരിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ എങ്ങനെയാണ് മറ്റു മതസ്ഥർക്ക് അത് പാടാൻ കഴിയുക? ഇതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ ദുർഗ, ഇപ്പൊ നമ്മളെ ഈ കഴിഞ്ഞ കുറെ ചർച്ചകളിലേക്ക് എല്ലാവരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഭാരതത്തിന്റെ ദേവതയാണ് ദേവി. ഈ ദേവതയും ദേവിയും തമ്മിലുള്ള വ്യത്യാസം പോലും പലർക്കും അറിയുന്നില്ല. എന്താണ് ദുർഗ എന്ന് വെച്ചാൽ അറിയുന്നില്ല. ദുർഗ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാരി ഉടുത്ത് അല്ലെങ്കിൽ ആൾക്കാരെ വരട്ടുന്ന നടക്കാൻ നിൽക്കുന്ന ഒരു ഭാവമുള്ള ഒരു ദേവിയൊന്നുമല്ല. അല്ല ശ്രീ ജ്യോതിഘോഷ്, എങ്ങനെയാണെങ്കിലും അതൊരു മതവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ എല്ലാത്ത മതങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂടി വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് നെഹ്റു അങ്ങനെ ഒരു മതേതര നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് നെഹ്റു മാത്രമല്ല സ്മൃതി, ഗാന്ധി എടുത്തിട്ടുണ്ട്, ടാഗോർ എടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് പ്രവർത്തക സമിതിയിൽ എടുത്ത തീരുമാനവും മറ്റേത് ഗീതം എടുക്കാമെന്നുള്ള ചർച്ചയും ഒക്കെ അന്ന് നടന്നതാണ്. അതിന് ഒരു നേതാക്കളുടെ ഒരു സംഘത്തെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഇത്രയും വർഷങ്ങൾക്കിപ്പുറം അതിലെ അവ്യക്തതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ അവ്യക്തത എങ്ങനെയാണ് ആയുധമാക്കുന്നത് അപ്പുറത്ത് BJP എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞോളൂ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഈ വിഴിഞ്ഞത്ത് പോലും നമ്മൾ കണ്ടത്, വിഴിഞ്ഞത്ത് പോലും ഈ വന്ദേ മാതരത്തെ എങ്ങനെ മനോഹരമായിട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കും. ഇനി വരാൻ പോകുന്ന നാളുകളിൽ നോക്കിക്കൊള്ളുക, നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ ഒരു ധ്രുവീകരണം നടക്കാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൽ. ആ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ആധാര ശക്തിയായി മാറാൻ പോകുന്നത് ഈ വന്ദേ മാതരമായി. ഈ വന്ദേ മാതരം ഇപ്പോ ഞാൻ പല BJP-ക്കാരോട് ചോദിച്ചിട്ട് എന്താണ് ഈ വന്ദേ മാതരം, പല നേതാക്കളോടും ചോദിച്ചു, എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരോടും ചോദിച്ചു. ഒറ്റ വ്യക്തിക്ക് പോലും ഈ ഞാൻ ചോദിച്ച ഇതുവരെ ഒരു ഉത്തരം, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞു. അല്ല, നമുക്കത് പരിഹാസ്യമായ പല ദൃശ്യങ്ങളും അന്നത്തെ ദിവസം കണ്ടതാണല്ലോ. ഇപ്പോൾ മൊബൈലിൽ വരികൾ നോക്കി പാടിയിട്ട് പോലും വന്ദേ ഭാരതം എന്ന് പാടിയവരടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തമാശ രൂപത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യ ദിവസം എങ്ങനെയാണ് അത് അധപ്പതിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തിരിച്ചെത്താം ശ്രീ രാജു പി നായരിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു പി നായർ, ഇപ്പോൾ കേന്ദ്രവുമായി സഹകരണത്തിൽ പോവുക എന്നുള്ളത് ഏത് സർക്കാരിനും മുന്നോട്ട് പോകാൻ വേണ്ട കാര്യമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും നയപരമായ കാര്യങ്ങളിൽ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നല്ല നിലപാട് ഈ ഘട്ടത്തിൽ എടുത്തു. സംസ്ഥാന സർക്കാർ മാത്രം എടുത്ത നിലപാടെന്ന് കൂടി എടുത്തു പറയേണ്ടി വരും. പക്ഷേ അതിനൊരു തിരിച്ചുള്ള നടപടി ഉണ്ടാകില്ല എന്ന് കരുതാൻ കഴിയുമോ? പൊതുവേ കേന്ദ്രത്തിന്റെ സമീപം ആ രൂപത്തിലാണ്. അപ്പോൾ മുന്നോട്ടുള്ള പോക്കിൽ ഇപ്പോൾ കേന്ദ്ര ഫണ്ട് അടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുഭവപ്പെട്ട വിഷയങ്ങളുണ്ട്. സ്മൃതി, ഞാനിലേക്ക് എത്താൻ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട എനിക്ക് സ്മൃതിയോടൊക്കെ ഒരു അഭ്യർത്ഥന, ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ CPM-ന്റെ പ്രതിനിധിയോട് വിഴിഞ്ഞമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണോ അങ്ങ് വിളിച്ചതെന്ന് സംശയമുണ്ട്. കാരണം അങ്ങനെ അദ്ദേഹം ഇപ്പൊ അത് അറിഞ്ഞുകൊണ്ടല്ല വന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും രൂപീകരിച്ചിട്ടില്ലാത്ത ഓൾ കേരള ഡിബേറ്റേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഞാൻ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. കാരണം അരുൺകുമാറിനെ പോലെ ഞങ്ങൾ കണ്ടമാനം കുറെ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന വിഴിഞ്ഞത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ പിണറായി വിജയന് അതിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ, അദ്ദേഹം എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിക്കാതെ വരാവുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ജാള്യതയാണ് ഇവരുടെ പ്രശ്നം. ഇത് കേരളം രക്ഷപ്പെടുന്നതിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാറ്റം ഉണ്ടാവുന്നത് സഹിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥയാണ്. പിണറായി വിജയൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ്. അവിടെ മേയർ ശ്രീ അദ്ദേഹത്തിന്റെ പേര് ശ്രീ രാജേഷും അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഓണാഘോഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിന് ഇത്രമാത്രം വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ഇവരെത്താഞ്ഞത് എന്താണെന്ന് CPM-ന്റെ പ്രതിനിധിക്ക് പോലും പറയാൻ കഴിയുന്നില്ലെങ്കിൽ പരിതാപകരമാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വിഴിഞ്ഞം, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, വിഴിഞ്ഞം പദ്ധതി ഈ നിലയിലെത്തിയതിന് സംസ്ഥാന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാരിന് എന്താണ് റോള്? അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിനകത്ത് മുഴുവൻ പാരിസ്ഥിതിക അനുമതിയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് അതിന് കരാർ ഒപ്പിട്ട് കല്ലിട്ടെന്നുള്ള, ഇനിയിപ്പോ പോട്ടെ, കല്ലിട്ടതിനെ കുറിച്ച് ഇവർ പറയാനുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് തുടങ്ങിയതാണ് ഇല്ലേ? അദാനിയെ പോലൊരു കമ്പനിക്ക് അത് എത്രയും പെട്ടെന്ന് തീർത്താൽ മാത്രമാണ് അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. അവർ അതിൻ്റെതായ വേഗതയിൽ പണിതീർത്തുപോയി. എന്താണ് സംസ്ഥാന സർക്കാരിന് അവിടെ റോള്? ഒരു റോളും ഇല്ല. അവിടെ അവർ പണി തീർത്തു പോകുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ റോൾ എവിടെയായിരുന്നു? സംസ്ഥാന സർക്കാരിന്റെ റോള് അതിനു പുറത്തുള്ള നമ്മുടെ ഇതിന്റെ കൺസെഷൻ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടാക്കുകയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 1600 കോടി റിംഗ് റോഡിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് അത് കൊടുത്തില്ല. 1 സെന്റ് സ്ഥലം പോലും 10 വർഷമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറത്തേക്ക് ഒരു കണ്ടെയ്നർ കൊണ്ടുവരുന്നതിന് വേണ്ടി, ആ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി 1 സെന്റ് സ്ഥലം പോലും ഇവർ എടുത്തു കൊടുത്തില്ല. അതിനുള്ള പണവും കൊടുത്തില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 3200 കോടി രൂപ കൊടുക്കുന്നത്. 1600 കോടി തീരേണ്ടത് 3200 കോടി കൊടുത്തു ഇല്ലേ? ഇതല്ലേ ഇവരുടെ പരാജയം? ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഒളിച്ചുകളി. ഇതല്ലേ പരാജയമല്ലേ ഇവരുടെ?
ഈ വിഴിഞ്ഞത്ത് സമരം ചെയ്തതിനാ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമ്പോൾ തീരശോഷണം ഉണ്ടാവും എന്നുള്ളതും അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ അവർക്ക് ആഘാതം ഉണ്ടാവും എന്ന് മനസ്സിലാക്കി പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 409 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. ആ പാക്കേജ് പോലും കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പാക്കിയില്ല. എന്നിട്ട് എന്താ, വർഷങ്ങളോളമായിട്ട് അവിടുത്തെ പാവപ്പെട്ട, ഭൂമി നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, ജീവനോപാധി നഷ്ടപ്പെട്ടവർ സിമന്റ് ഗോഡൌണിൽ കിടക്കുന്നു. അങ്ങനെ സിമന്റ് ഗോഡൌണിൽ കിടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കഴിയില്ല, സംസ്ഥാന സർക്കാർ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച 450 കോടി പാക്കേജ് നടപ്പാക്കണം. ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ വിഴിഞ്ഞത്തിനെതിരെയാണോ സമരം ചെയ്തത്? അല്ലല്ലോ. 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് നടന്നതല്ലാതെ ഇവർ വിഴിഞ്ഞത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഇരിക്കുന്ന ഇൻകംബന്റ് സർക്കാരിന്റെ സമയത്ത് നടക്കുന്നതിന് അവരാഘോഷിച്ചോട്ടെ. അല്ല ശ്രീ രാജീവ് നായർ, ഇപ്പോൾ സർക്കാർ ഒന്നും ചെയ്യാതെ അദാനി മുന്നോട്ട് പോകുന്നു എന്ന രൂപത്തിൽ പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു വി ഡി സതീശന് ഒരു മിഷനുണ്ട്, ഒരു വിഷനുണ്ട് എന്ന് പറയുന്നു. മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു, ശരി. പക്ഷെ അത് മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുമ്പോൾ സർക്കാരിനും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അല്ലാതെ അദാനി ഒറ്റയ്ക്കൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന രൂപത്തിൽ വ്യത്യസ്തനാവുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഈ കര കടലെടുക്കുന്നു എന്നുള്ള പ്രതിഭാസം ഇടത് സർക്കാരിന്റെ കാലത്തായാലും UDF സർക്കാരിന്റെ കാലത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ തുടർച്ചയുമുണ്ട്. അതിലെന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ വികസനത്തിനൊപ്പം. സ്മൃതി, അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 450 കോടിയുടെ പാക്കേജ് വെച്ചത്, ഇല്ലേ? മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. ആ 450 കോടി പാക്കേജ് നടപ്പാക്കിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവരിരുന്നാ എന്തെങ്കിലും നടക്കുമോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ആ വിഴിഞ്ഞം പോർട്ടിന്റെ പുറത്തേക്ക് ഹൈവേ നിർമ്മിക്കാനോ റെയിൽ ഇതിനു വേണ്ടിയിട്ടോ എന്തെങ്കിലും നടപടിയെടുത്തോ? 1 സെന്റ് സ്ഥലം ഏറ്റെടുത്തോ? ഇല്ലാന്നല്ലേ തെളിവ്. അപ്പൊ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ പരാജയത്തിന്റെ കഥയാണ് വിഴിഞ്ഞം. അതിൽ ജാള്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് നോക്കൂ, സംസ്ഥാനം വലിയ രീതിയിലുള്ള കുതിപ്പിലേക്ക് പോവുകയാണ്. കേരളത്തെ കടൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മേജർ തുറമുഖങ്ങളും അതുപോലെ തന്നെ മൈനർ തുറമുഖങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചരക്ക് നീക്കത്തിനും അതുപോലെ തന്നെ ക്രൂയിസ് ടൂറിസത്തിനും വേണ്ടിയിട്ടുള്ള വലിയ മുൻതൂക്കം. അതാണ് മിഷൻ സമുദ്ര ഇന്ന് പ്രഖ്യാപിച്ചത്. അഭിമാനകരമായി പോകുന്ന കേരളത്തെ മാറ്റാൻ പോകുന്ന ഒരു തുറമുഖ നഗരമായി മാറ്റാൻ പോകുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതി ജനങ്ങളുടെ ഇവിടുത്തെ അവസരങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, 5000 കോടി ഷിപ്പ്യാർഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, 2000 തൊഴിൽ ഉണ്ടാവുന്നു. ഈ ഇതിനോട് അനുബന്ധിച്ച് വരാൻ പോകുന്ന പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ ഉൾപ്പെടെ ഉള്ള ലോജിസ്റ്റിക്സ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കൂ, അക്കാഡമീസ് നോക്കൂ. ഇത്രമാത്രം കേരളത്തെ മാറ്റാൻ പോകുന്ന ഒരു പദ്ധതിക്ക് ഈ പ്രതിപക്ഷത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ മാറി നിൽക്കണം. അത് ഈ പറയുന്നത് ഒന്നുമല്ല. ഞാൻ വ്യക്തമായിട്ട് എന്റെ കൺമുന്നിൽ കണ്ടതാണ്. ശ്രീ പിണറായി വിജയനും ശ്രീ VV രാജേഷിനെയും ഇന്ന് നിയമസഭാ മന്ദിരത്തിൽ ഞാൻ കണ്ടതാണ്. 15 മിനിറ്റ് യാത്ര ചെയ്താൽ എത്താവുന്ന വിഴിഞ്ഞത്തേക്ക് വരാത്തതിൽ രാഷ്ട്രീയം മാത്രമാണ്. അരുൺകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. ഏതായാലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എപ്പോ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ. അതിന്റെ ഒരു പെറോഗേറ്റീവ് എനിക്ക് തന്നെയാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അസോസിയേഷൻ രൂപീകരിക്കലും അതിന്റെ ഭാരവാഹി ആകലൊക്കെ താങ്കൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട. ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് U-ടേണുകൾ കാണുമ്പോൾ, അതുപോലെ ഓരോ ദിവസം പറയുന്ന നുണ നിമിഷങ്ങൾക്കകം പൊളിച്ചടക്ക് നടത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അസോസിയേഷന്റെ പിന്തുണയൊക്കെ വേണ്ടി വരും. ഞങ്ങൾക്ക് അത് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ചില ക്ലാരിറ്റി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിരവധി പരിപാടികളുണ്ട് എന്നതുകൊണ്ട് ഈ ദിവസം ചൊവ്വാഴ്ച രാവിലെ അവൈലബിൾ അല്ല എന്ന് ആ സമയത്ത് തന്നെ അറിയിച്ചതാണ്. ഒരു തരത്തിലും ഈ പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ ഈ പദ്ധതിക്കൊപ്പം തന്നെയാണ്, ഞങ്ങളാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചു ഉളുപ്പുള്ളത് കൊണ്ടാണെന്ന്. എന്താണ് LDFന്റെ റോളെന്ന്? ഒറ്റമിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പറയാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് എപ്പോൾ പറയണമെന്ന് എന്റെ പെറോഗേറ്റീവ് ആണ്. അതിൽ താങ്കൾക്കോ പ്രതിനിധികളല്ല നിശ്ചയിക്കേണ്ടത്, ഞാനാണ് നിശ്ചയിക്കേണ്ടത്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചു, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെട്ടില്ല, 10 കൊല്ലം ഭരിച്ച LDFന് എന്താണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോളെന്ന്. ഇത് ചോദിക്കണമെങ്കിൽ ഒരു അസാമാന്യമായ തൊലിക്കെട്ടി വേണം. എന്റെ സുഹൃത്ത് രാജു P. നായറിന് ഇത്ര അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന് മുന്നിൽ നമിക്കുന്നു, പൂർവാധികം ഞാൻ നമിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്ലിട്ട് പോയപ്പോ എന്താ പറഞ്ഞെന്നറിയോ? പിണറായി വിജയ, നീ ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പ്രസംഗിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി K. മുരളീധരനാ. അതുപോലെ VD സതീശൻ എന്താ പറഞ്ഞതെന്നറിയോ? തീരശോഷണം വരും, അതുകൊണ്ട് നാട് തകരും, അതുകൊണ്ട് ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ്, ഈ പദ്ധതി നിർത്തിവെക്കണം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്.
രണ്ടാം വിമോചന സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് കെ സുധാകരൻ പ്രസംഗിച്ചു. ദേ നിർത്തിവെക്ക്. അന്ന് പിണറായി വിജയൻ എന്താ പറഞ്ഞേ? പദ്ധതി നിർത്തിവെക്കുന്നത് ഒഴികെയുള്ള ഏതു വിഷയവും ചർച്ച ചെയ്യാം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാരെ നിരവധി തല്ലി വീഴ്ത്തി. യൂജിൻ പെരേര ഒരു സമുദായ നേതാവ് പറഞ്ഞില്ലേ, പിണറായി വിജയ നിന്നെ ഞങ്ങൾ കണ്ണൂർക്ക് കെട്ടുകെട്ടിക്കുമെന്നൊക്കെ പറയുമ്പോ ആ പദ്ധതിയുമായി സ്വധൈര്യം മുന്നോട്ട് പോയി കൃത്യമായി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചതാണ് LDF സർക്കാർ. അന്ന് നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? ക്രൈം വരുന്നു, ക്രൈം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവില്ല, എന്റെ മറ്റേ ആരെങ്കിലും പോകുന്നും പറഞ്ഞ് പ്രസംഗിച്ചു. ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഒന്ന് പറഞ്ഞല്ലോ, പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടോ? രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടന സമയത്താണ് അദ്ദേഹം ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. അന്നും കിട്ടിയ അവസരത്തിലെല്ലാം ഈ പദ്ധതിക്ക് അള്ളുവെക്കുന്ന സമീപനമാണ് കാണിച്ചത്. പിന്നെ ഒരു വലതുപക്ഷ പ്രതീതി പറഞ്ഞല്ലോ, LDF UDF പ്രശ്നം, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഗ്യാപ് ഫണ്ട് ഉണ്ട്. എന്താണെന്നറിയോ? വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായമാണ്. ഈ കേരളത്തോട് മാത്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടക്കണം എന്ന് പറഞ്ഞു കേന്ദ്രം. ഏതെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പദ്ധതിക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ കോൺഗ്രസ് പ്രതിനിധി വീണ്ടും ആവർത്തിക്കുകയാണ്, അനുബന്ധ വികസനം. ഇപ്പൊ ഒരു വലിയ പാലം, ആ പാലത്തിന്റെ പണി ഏകദേശമാകുമ്പോഴാണ് അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിക്കുക. ഇവിടെ ചുറ്റുപാടുമുള്ള നാഷണൽ ഹൈവേകളുമായി കണക്ട് ചെയ്യുന്ന എല്ലാ പദ്ധതിയും 2022-23 ഘട്ടങ്ങളിൽ തന്നെ ആരംഭിച്ചു. പദ്ധതി ആസൂത്രണം, ഭൂമി ഏറ്റെടുക്കൽ, അതിന്റെ സാമ്പത്തിക എൻവയോൺമെന്റൽ ക്ലിയറൻസ്, നിയമപരമായിട്ടുള്ള നടപടികൾ, സർക്കാർ അനുമതികൾ, ഇവയെല്ലാം പടിപടിയായിട്ട് നടന്ന് 2022 തന്നെ അനുബന്ധ വികസനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ പൊതുസമൂഹത്തിലുണ്ട്. ഈ 90 ദിവസം കൊണ്ട് ഞങ്ങൾ വന്ന് ഈ വികസനങ്ങൾ പൂർത്തീകരിച്ചു. ഇവിടെ പറഞ്ഞല്ലോ എന്തെല്ലാം പുതിയ പദ്ധതി വരുന്നു. ഒറ്റ വാചകം മതി, ജനങ്ങൾക്കറിയാം. പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്നത് പോലെ നയാ പൈസ കടമെടുക്കാതെ കേരളത്തിന്റെ വികസനം അങ്ങ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞയാൾ 18,400 കോടി രൂപ മിനിങ്ങാന്ന് വരെ കടമെടുത്തു. ഏത് 85 ദിവസത്തിനുള്ളിൽ 18,400 കടമെടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 2,000 കോടിയുടെ കടപ്പത്രം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിതരണം ചെയ്തു. ഇപ്പൊ ഒരു 3,000 രൂപ, അതായത് 25,000 കോടി രൂപയിലേക്ക് വെറും 90 ദിവസം കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പോകുമ്പോ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പദ്ധതികൾ. ഏത് പദ്ധതികൾ? ആ ടാറ്റയുടെ 10,000 കോടി വന്നോ? ആ ടാറ്റയുടെ 10,000 കോടി എവിടെ പോയി? ഈ പറഞ്ഞ പല പദ്ധതികളും ഹെലികോപ്റ്ററിൽ പോയി കറങ്ങിയെന്നല്ലാതെ ഒരു പദ്ധതിയും സാക്ഷാത്കരിക്കാൻ പാകത്തിന് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് വച്ചിട്ടില്ല. എല്ലാം സാങ്കല്പികമാണ്. അതുകൊണ്ട് വിഴിഞ്ഞം നിങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങൾ കല്ലിട്ട് പോയേ ഉള്ളൂ. ആ കല്ലിട്ട് പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന സ്വപ്ന പദ്ധതിയാക്കി മാറ്റിയത് LDF ആണ്. ഏതെങ്കിലും തരത്തിൽ വിറ്റ് കാശാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ്? പാർട്ടി സമ്മേളനത്തിന് പോകാനല്ല. കല്യാണത്തിന് പോകാനല്ല. കല്യാണത്തിന് പോയോ? കല്യാണത്തിന് പോയത് അതിലല്ലോ. കല്യാണത്തിന് പോയത് അതിലല്ലോ. ചോദിക്കട്ടെ, എനിക്കറിയില്ല, താങ്കൾക്കറിയാം, എനിക്കറിയില്ല. അല്ല, അങ്ങറിയണം. അതിന്റെയൊക്കെ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞു, വിസ്തീർണം വന്നു കഴിഞ്ഞു. വന്ന വിസ്തീർണം കൂടി പരിശോധിക്കണം. ഏതാ ഇൻവെസ്റ്റർ? ആയിക്കോട്ടെ, തൊട്ടുകൂടാത്തവരുമാണോ? ആ ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് ഭയക്കാനുള്ളത്? നിങ്ങൾ വാടകയ്ക്കെടുത്ത് ഇൻവെസ്റ്റർ ഇപ്പോൾ മോശക്കാരനായോ? 3 ലക്ഷം കോടി കൊണ്ടെന്ന് ആരായിരുന്നു അരുണേ? 3 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടെന്ന് ആരായിരുന്നു അരുണേ? പിണറായി വിജയനെ രാജ്യം പരിചയപ്പെടുത്തിയ ആരായിരുന്നു? പറയാമോ? 3 ലക്ഷം കോടി. താങ്കൾ കേൾക്കൂ, അല്ല ഒച്ചപ്പാടുണ്ടാക്കല്ലേ, താങ്കൾ കേൾക്കൂ. പണ്ടൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ MD MA PhD ഉള്ളവരാ, ഇപ്പൊ MDMA ഉള്ളവരാണ്. ആ MDMA ഉള്ളവർ വലതും ഇടത്തും നിൽക്കും, 100 തവണ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി, നോഡൽ ഓഫീസറെ മാറ്റി, ഫോൺ ചെക്ക് ചെയ്യരുതെന്ന് നിർദ്ദേശം, ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കരുതെന്ന് നിർദ്ദേശം. ഇതിനൊന്നും ഒരു സ്ഥിരീകരണം അങ്ങനെയൊന്നുമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അരുൺകുമാർ, ആഭ്യന്തരമന്ത്രി പറഞ്ഞ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തൂഫാനിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിടികൂടപ്പെട്ടത് ഈ കാലത്താണല്ലോ. യൂണിഫിന്റെ കാലത്തല്ലേ പിടിയിലായത്? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കിടക്കരുത്, ഒന്നിലേക്ക് ചാടി കിടക്കരുത്. നമ്മൾ പറയുന്ന വിഷയത്തിൽ നിൽക്കൂ. അല്ല, പറയുന്ന വിഷയം LDF അല്ലല്ലോ. ഇനിയിപ്പോ കോൺഗ്രസ് പ്രതിനിധി പറയും AKG സെന്ററിൽ നിന്നാണ് മെറ്റ വാർത്ത മുക്കിയെന്ന് പറയും. കാരണം ഇവർക്കെല്ലാം 10 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയാ മെറ്റ വാർത്ത മുക്കിയത്?
പച്ചയായ പരിതാപകരമായ നുണയല്ലേ മുഖ്യമന്ത്രി വന്ന് പ്രതിപക്ഷത്തെ പറഞ്ഞത്. കേരളത്തിൽ മെച്ചപ്പെട്ട ആയിപ്പോയല്ലോ മുഖ്യമന്ത്രി നാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര ശരി, ശരി, ശരി. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറണ്ട. അല്ലെങ്കിൽ തന്നെ വിഷയത്തിൽ നിന്ന് മാറണ്ട. എങ്ങനെയാ വാർത്ത മുങ്ങിയത്? 90 ദിവസത്തിനുള്ളിലല്ലേ ഇത്രയും യൂടേൺ, ഇത്രയും പച്ച കള്ളം പറയുന്ന സാഹചര്യം ഉണ്ടായത്. ശരി. അതുകൊണ്ട് പല ചോദ്യങ്ങൾ ഉയർന്നു വരും. താങ്കൾ പോയി അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രസിഡന്റ് ആകുക. ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് ആരും വരാൻ സാധ്യതയില്ല. 90 ദിവസത്തിനുള്ളിൽ ഈ യൂടേൺ നമ്മൾ കണ്ടല്ലോ. ശരി, അപ്പൊ യൂ ടേണുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അങ്ങ് നൊന്തുപോയി പോട്ടെ. ശരി ശരി, നമുക്ക് സമയക്കുറവുണ്ട്. ശ്രീ ജയപ്രസാദ് ഇപ്പോൾ പിന്നെ നോവും ശരി, ശ്രീ ജയപ്രസാദ്, അങ്ങേക്ക് രാഷ്ട്രീയം പറയണ്ട എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ മാറി നിന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. ഓണാഘോഷത്തിൽ പങ്കെടുക്കാം, ഈ പറഞ്ഞ വിഴിഞ്ഞം അഭിമാന പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള തീരുമാനം. ഓണാഘോഷിക്കൽ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അവിടെ നിന്നും 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി എന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ദൂരത്തിനിടയ്ക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു തീരുമാനമാണല്ലോ. സംസ്ഥാന BJPയുടെ തീരുമാനമായി അത് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട് വിട്ടുനിൽക്കാനുള്ള തീരുമാനമായി വന്നതായിരിക്കില്ലേ അത്? അല്ല, സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൂടെ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം ഇന്ത്യയിലെ മറ്റ് കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ഉദാഹരണത്തിന് വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളും വന്ദേമാതരം പാടുമ്പോൾ കേരളത്തിൽ മാറി നിന്നു. അതുപോലെ തന്നെ PMC പ്രോജക്റ്റ്, PMC നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഗുണകരമാകുന്ന സർക്കാർ വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിലെ സിലബസ് ഒന്നും കേന്ദ്രമല്ല തീരുമാനിക്കുന്ന സംസ്ഥാനമാണ്, സ്കൂൾ തീരുമാനിക്കുന്ന സംസ്ഥാനം. എന്നിട്ട് പോലും മുസ്ലിം ലീഗിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് PMC മാറ്റിവെച്ചു, വന്ദേമാതരവും മാറ്റിവെച്ചു. അതേസമയം മറ്റു 3 കോൺഗ്രസ് ഭരണകൂട സംസ്ഥാന സർക്കാരുകളും അത് സ്വീകരിച്ചു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വന്ദേമാതരത്തിൻ്റെ കാര്യം, BJP രൂപീകരിക്കുന്നതിന് 105 വർഷത്തിന് മുമ്പാണ് വന്ദേമാതരം എഴുതുന്നത്. BJPയുടെ മുൻരൂപമായ ജനസംഘം രൂപീകരിക്കുന്നതിന് ഏതാണ്ട് 75 വർഷങ്ങൾക്ക് മുമ്പാണ് വന്ദേമാതരം എഴുതിയത്. RSS രൂപീകരിക്കുന്നതിന് 50 വർഷം മുമ്പാണ് വന്ദേമാതരം എഴുതിയത്. കോൺഗ്രസ് സർക്കാർ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ട വന്ദേമാതരവും ഭാരത് മാതാ കി ജയുമൊക്കെ BJPയും RSSും ഒക്കെ ഏറ്റെടുത്തു എന്ന് നമ്മൾ കരുതിയാൽ മതി. ഞാൻ അതിൻ്റെ അർത്ഥവും മറ്റുമൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭ്യമാകും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ യുവാക്കൾ മുഴുവനും കേരളം വിട്ട് തൊഴിൽ തേടി പോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും കോളേജുകളിൽ 40% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ്. കുട്ടികൾ മുഴുവനും പുറത്തേക്ക് പോകാന്ന്. ഈ വലത് മുന്നണികളുടെ അനാവശ്യമായ വിവാദ രാഷ്ട്രീയം കേരളത്തെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന അത് നിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനും 10 വർഷം മുമ്പാണ് വന്ദേമാതരം എഴുതിയത്. പക്ഷേ 1896 മുതൽ ഉന്നത വിദ്യാഭ്യാസവുമായി ഒരു കാര്യം ഞാൻ ഒഴിവാക്കുന്നില്ല. ഞാൻ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകളായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. വന്ദേമാതരത്തിൻ്റെ കാര്യം പറയുമ്പോൾ വന്ദേമാതരം എഴുതുന്നത് കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് 10 വർഷത്തിന് മുമ്പാണ്. പക്ഷേ 1896 മുതൽ 1937 വരെ കോൺഗ്രസ് പൂർണ്ണ രൂപത്തിൽ കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസ് സമ്മേളനങ്ങളിലും വന്ദേമാതരം പാടിയിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ സുജേത കൃപലാനിയുടെ വന്ദേമാതര ഗാന ആലാപനത്തോടെയാണ് തുടക്കം കുറിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് അവർ വേറൊരു ശൈലി എടുത്തതേ ഉള്ളൂ. മാത്രമല്ല, കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? നമ്മുടെ കേരളത്തിലെ BD സതീശൻ്റെ വാചകത്തിലെ മികവ് പ്രവൃത്തിയിൽ കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ വികസനപരമായ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വികസന വിഷയങ്ങളിൽ ഒന്നിച്ചു പോകുന്ന കേന്ദ്രവുമായി സഹകരിച്ചു പോകുന്ന സമീപനം സ്വീകരിക്കണം. അതിൽ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെന്റ് സ്വീകരിച്ച നയം, ചന്ദ്രശേഖര റാവുവിന്റെ ഗവൺമെന്റ് നിലവിലുള്ള കർണാടക, തെലങ്കാന സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ പോലും കേന്ദ്രവുമായിട്ട് സഹകരിച്ചു പോകുമ്പോൾ കേരളം മാത്രം വിഭിന്നമാണ്. അങ്ങനെയാണെങ്കിൽ PMC പ്രോജക്റ്റിൽ നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാരുകൾ പിൻവാങ്ങുന്നില്ല? അല്ലെങ്കിൽ വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ എന്തിനും ഡിഫറൻറ്റ് സ്റ്റാൻഡ് എടുക്കുന്നു? അപ്പൊ കേരളം മാറി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൂടെ താല്പര്യം കൊണ്ടല്ല എന്ന് കേന്ദ്ര പദ്ധതിയിൽ നിന്നും പണം നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടും രണ്ട് വിഷയമാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. ശ്രീ ജ്യോതി ഘോഷ്, കേന്ദ്രവുമായി സഹകരണത്തിലൂടെ മുന്നോട്ട് പോകുന്നില്ല, അതായത് കൃത്യമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധമലയും അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഫണ്ട് അടക്കം നൽകാതെ എങ്ങനെയൊക്കെയാണ് വൈരാഗ്യം തീർത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ എടുത്തത് അതിനകത്തൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണുന്നുണ്ട്. കാര്യം കേന്ദ്രവുമായിട്ട് അത്തരത്തിലൊരു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവരണ്ട എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ആ ഒരു വെളിപ്പെടുത്തലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ സംസ്ഥാനത്തിനും ആവശ്യമാണ്. കാര്യം നമ്മൾ ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുമായിട്ട് യുദ്ധം ചെയ്യാനോ അതിനകത്ത് വേറെ എന്തെങ്കിലും നേടാനോ വേണ്ടിയിട്ടല്ല. എന്നാൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് യുദ്ധം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ജയിക്കണം അല്ലെങ്കിൽ തോൽക്കണം. ഇതല്ലാതെ ദിവസവും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ തന്നെ അന്തസ്സ് പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ BJP പോലും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റുള്ള UDF-ന്റെ ആണെങ്കിൽ LDF-ന്റെ ആണെങ്കിൽ അതേ രാഷ്ട്രീയ സംസ്കാരത്തിലാണ് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം വികസനത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഈ മനുഷ്യര് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറി. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ 3 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു പെൺകുഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 65 വയസ്സുകാരനായ വൃദ്ധനെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൊല്ലാൻ, തന്റെ കൂട്ടുകാരുമായിട്ട് ഇരുന്ന് കൊല്ലാൻ തയ്യാറായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലം മാറി. അതോടൊപ്പം തന്നെ ഇന്ന് വന്ന വാർത്തകൾ, ഇത് നിങ്ങളുടെ ചാനലിൽ തന്നെ കണ്ട വാർത്തയാണ്. 17 വയസ്സുകാരി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഒരു ഭർത്താവ് ഭാര്യയുടെ നഗ്നചിത്രങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ അത് അവശേഷിപ്പിക്കുന്ന കൾച്ചറിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഈ വികസനമായിട്ട് ചേർക്കണം. അവിടെയാണ് നമ്മൾ ഈ വികസനമായിട്ട് ചേർക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അവശേഷിക്കുന്ന യുവാക്കൾ ലഹരിയിലേക്ക് പോകുന്നതെന്നും നമുക്ക് പിടികിട്ടും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സംഭാഷണം പോലും കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ജൻ അൽഫയും ജെൻസിയൊക്കെ പറഞ്ഞ അവരുടെ ആവശ്യങ്ങളുമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അത് ഏതായാലും വളരെ പോസിറ്റീവായ കാഴ്ചയുമാണല്ലോ. അവരുടെ ആവശ്യങ്ങൾ സമരത്തിലൂടെ, പ്രത്യേകിച്ച് ഇത് സംഘടനയുടെ പിൻബലമില്ലാതെ തന്നെയാണ് ഇന്ന് നമ്മൾ കോതമംഗലത്ത് ആ കാഴ്ച കണ്ടത്. വളരെ നന്ദി ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഡോക്ടർ K ജയപ്രസാദ്, ഒപ്പം തന്നെ ശ്രീ KG ജ്യോതിർഘോഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം വീട്ടിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.